എടാ ലോയിടെ, വേറെ പിള്ളേരെ കിട്ടാഞ്ഞിട്ടല്ല, നീയാവുമ്പോ ആ ജിമ്മിയുടെ ഒരു സഹായം കൂടെ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാ. അവൻ തകിടൊളിപ്പിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് പോലീസും പട്ടാളും ഒരു ചക്കച്ചലും ഉണ്ടാക്കാൻ പോണില്ല. ദപിടി അതെല്ലാം സേഫ് ആയിരിക്കും അലീക്ക. ബാക്കി ക്യാഷ് ആ DVD എന്റെ കയ്യിൽ വെച്ച് വരുമ്പോ റിസ്ക് ഉണ്ട്. ഈ ഹോട്ടൽ കാലിഫോർണിയ എന്ന് പറഞ്ഞാ പ്രേം സാറിന് വലിയ പ്രതീക്ഷ. നീ പ്രേം സാഗറിനെ അത്രയ്ക്ക് അങ്ങ് സ്നേഹിക്കല്ലേ? ഓ, ഇന്റർനാഷണൽ വ്യാജന നിന്ന് ഡയലോഗ് അടിക്കുന്നത്. പടച്ചോനെ, മൂപ്പരെന്ത് ഈ നേരത്ത്? അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. നിസ്കാരം കഴിഞ്ഞപ്പോ ഒടുക്കത്തെ വിശപ്പ്. ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് വെച്ചു. ആയിക്കോട്ടെ. ഇത് ഷിബു, വോഡാഫോണിന്റെ മാർക്കറ്റിംഗ് മാനേജരാ. ഇടാതെ പിടിച്ചോ, വലിയ പ്രൊഡ്യൂസറാ. ക്രസന്റ് അബൂബക്കർ. അടുത്ത ആഴ്ച അളിയന്റെ പടം ഇറങ്ങാൻ പോവല്ലേ, ഹോട്ടൽ കാലിഫോർണിയ. അളിയൻ കഴിച്ചോളിയാ? ഇല്ലളിയ, അളിയൻ ചെല്ല്, ഞാനിപ്പോ വരാം. ശരി. അല്ല, ഈ അളിയാന്ന് പറയുമ്പോ നിന്റെയൊക്കെ നാട്ടില് കുഞ്ഞമ്മയുടെ മോനാണ് അളിയാന്ന് വിളിക്കുന്നത്. ഒരു സിനിമയുടെ DVD കൊണ്ടുവരാനൊക്കെ ഇത്ര മെനക്കേടുണ്ടോ? അത് ദുബായിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിലോ ഏതെങ്കിലും ഒരു പെട്ടിയിലിട്ടെങ്കിലും കൊണ്ടുവന്നാൽ പോരെ. ഒരു ഭയങ്കര കള്ളക്കടത്തൊക്കെ നടത്തുന്ന ബിൽഡപ്പ് എന്തിന്? പാർട്ടിക്ക് പേടി. അവരത് പറഞ്ഞപ്പോ അണ്ണാ എനിക്കും ഒരു പേടി. ഒന്നും സംഭവിക്കുകയല്ല, എന്നാലും ഒരു കരുതൽ. ഇനി അഥവാ എയർപോർട്ടിൽ വെച്ച് നമ്മുടെ സംഭവം എങ്ങാണോ ഒന്ന് ചെക്ക് ചെയ്താ അവിടെ നൂരിപ്പോരാൻ അണ്ണന്റെ ഒരു സപ്പോർട്ട്, അത് മതി അണ്ണ. ഈ പേടി കുടുങ്ങിയാലത്തെ അവസ്ഥ അറിയാലോ. ഡേയ്, ഈ അടുത്ത ആഴ്ച ഇറങ്ങാൻ പോണ പടത്തിന്റെ DVD ഇങ്ങോട്ട് കൊണ്ടുവരണം എന്തിന്? പടം പൊട്ടിക്കാനാണെങ്കിൽ അത് വല്ല ദുബായിൽ നിന്നോ ബഹറിനിൽ നിന്നോ നെറ്റിലേക്ക് അപ്ലോഡ് ചെയ്താൽ പോരെ. ഇത് റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? അണ്ണാ, ഇത് വേറെന്തോ വലിയ കളിയാ. അല്ലേ പിന്നെ ഇത്രയും കാശ് തന്ന് എന്നെ മനാഫിനെ ഈ ജോലി ഏൽപ്പിക്കൂ? ഇത്രയും കാശ്? എത്രയും കാശ്? അണ്ണാ, സെറ്റിലാവാനുള്ള കിട്ടും അണ്ണാ. പിന്നെ നമ്മുടെ ആ പുതിയ കട തുടങ്ങി. നിനക്കൊന്നൊരു വിലയില്ല അല്ലേടാ. രഹസ്യങ്ങളുടെ കൂമ്പാരമാണ് ഈ നെഞ്ചും കൂട്. തരുൺ സിംഗ് ആണ് വരണത്, ഭയങ്കര രഹസ്യമായിട്ട്. നാളെ രാവിലത്തെ ബോംബെ ഫ്ലൈറ്റിന്. എന്തിനാണെന്നാണ്? കുംഭകോണം. കൊച്ചി മെട്രോ അട്ടിമറിക്കാനുള്ള കുംഭകോണം. ഇവിടുത്തെ ഒരു മന്ത്രിയുമായി കരാർ ഒപ്പിട്ട് അട്ടിമറിക്കും. നമ്മള് ജനങ്ങൾ കരുതകളാ. പക്ഷേ കേരളത്തിലെ പോലീസ് ചുണക്കുട്ടന്മാര് അതിന് സമ്മതിക്കത്തില്ല. ഫുൾ ബന്ധവസായിരിക്കും. തരുൺ സിംഗ് എങ്ങനെ വേഷം മാറി വന്നാലും എൻകൗണ്ടർ നടത്തും. നമ്മൾ എൻകൗണ്ടർ ചെയ്യും. സാറേ, കൗണ്ടർ തല്ലി പൊളിക്കല്ലേ? ഇതൊക്കെ ഒരു കൗണ്ടർ ആണാടോ. അണ്ണാ, നമ്മുടെ DVD നാളത്തെ ബോംബെ ഫ്ലൈറ്റിന്. അയാളോട് പോകാൻ പറ. എടേ, ബോംബെ ഫ്ലൈറ്റ് ദുബായ് ഫ്ലൈറ്റ് അല്ലേ? 2 ദിവസത്തിന് നേരെയുള്ള ഫ്ലൈറ്റ് ഒന്നും ഇല്ലെണ്ണ. ഏതാണ്ട് എയർ ട്രാഫിക്കോ അങ്ങനെയാണ്ട് കിടുതാപ്പിയാ. നീ ഒരു കാര്യം ചെയ്യ്, അയാളോട് ബോംബെയിൽ വന്ന് ഇറങ്ങിയിട്ട് ഒരു ബുർക്കിയിട്ടോളാൻ പറയും. എയർപോർട്ടിൽ നിന്ന് പിള്ളേർ പൊക്കിക്കോളും. എന്തോ ഒരു വലിയ കൺട്രാക്ട് നമുക്ക് വരാനിരിക്കുക ചെയ്യാതെ. സന്ധ്യയ്ക്ക് കൂനം കുരിശുപള്ളിയിലും മെഴുകുതിരി കത്തിച്ചെന്നപ്പോൾ മുതൽ എനിക്കങ്ങനെ അങ്ങ് തോന്നുക, ഈ ജീവിതം ഒന്ന് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഈ കടലിൽ നിന്ന് എന്തോ പൊങ്ങി വരും. हाँ रफीक, हाँ मैं गाड़ी में बैठा हूँ. अच्छा सुन, मैं उधर जाके ही तेरे पास आऊँगा, ठीक है? नथिंग इम्पॉसिबल मैन. ओके, सी यू. ए सुन, सीधा पनामपल्ली नगर लेके जा. हाउस नंबर 17, वेस्टफोर्ड एवेन्यू. എടാ, നീ എൻ്റെ അടുക്ക് ഹിന്ദിയൊക്കെ പറയണ എന്തിന്? CD എവിടെ? क्या सीढ़ी? कौन सा सीढ़ी? CD നീ കൊണ്ടുവന്നത്. ए सामने देखे गाड़ी चला, समझा क्या साला? പറ. അണ്ണാ, ഈ CD കൊണ്ട് വന്നവ ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നു. ഹിന്ദിയില്ല? ആ, ഹിന്ദി. എടേ, ആണ് തന്നെ, ബുർക്ക തന്നെ. ആണ് തന്നെ, ബുർക്ക ഇട്ടിട്ടുണ്ട്. ആണെന്തിനും ബുർക്കിയിട്ട് വരുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, അതിനെ നൈസ് വാക്കിനെ കൊണ്ടുപോവാ. ആ ശരിയണ്ണ. ആ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. Hey Johnnyman, I'm on my way, okay? Babes, risking everything for you. Okay, bye-bye. എടാ ജിമ്മിയെ, അവള് മറിഞ്ഞെത്തില്ല. ആ, ഫ്ലൈറ്റിൽ നിന്ന് അവർ ഇറങ്ങിയതല്ലേ ഉള്ളൂ സാറേ. ഓ, 1 മണിക്കൂർ വേണം ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടിയെത്താൻ.
അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ പോട്ടെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോവാ. പോട്ടെ എന്നതാടാ, പാകിസ്ഥാനിലോ മറ്റുമാണോ? 1 മണിക്കൂറിനുള്ളിൽ അവളന്മാർ അവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, പോരെ? നീ ഇവിടെ വന്നിട്ട് എന്നാ ഉണ്ടാക്കാനാ? നിങ്ങൾ നിന്റെ അപ്പനപ്പൂപ്പന്മാര് കല്ലറ കിടക്കുമ്പോ ഞാൻ ഈ ഓടി നടക്കുന്നത് കൃത്യമായി ഈ വ്യായാമം ചെയ്യുന്നത്. ശരി, നീ അവളുമാരെ പെട്ടെന്നൊന്ന് വിട് പ്ലീസ്. ആക്രാന്തിക്കല്ലേ. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഗുണം ചെയ്യുന്നല്ലയോ? മൂത്ത ഒന്നും ചെയ്യാൻ പറ്റില്ല. ये कौन सी जगह है? कौन है तू? ओए रफीक किधर है? ചെയ്യാതെ യവന്റെ കറുത്ത കിടുതാപ്പി അങ്ങ് അഴിച്ചേക്ക്. ए, क्या क्या कर रहा? छोड़ छोड़ क्या कर रहा है साले? तू जानता नहीं है क्या कर रहा? छोड़ छोड़. हम सब हाथ मिला ले तो दुनिया की कोई भी शक्ति हमें बर्बाद नहीं कर सकती. तो देशवासियों, एकता ही सब कुछ है. एकता से ही हमें स्वतंत्रता हासिल हुई. एकता में बल है, यही हमारा नारा है. जय हिंद जय हिंद जय हिंद. तुम लोग हो कौन? क्या हो रहा है बे? छोड़ मेरे को. तुम लोग जानते नहीं मैं कौन हूँ? നാളെ രാവിലത്തെ ബോംബെ ഫ്ലൈറ്റിന് കൊച്ചി മെട്രോ അട്ടിമറിക്കാനുള്ള കുംഭകോണം. इसका अंजाम बहुत बुरा होगा, समझ लो. हाँ. ചെയ്യാതെ അണ്ണാ നീ ആ വാതിലങ്ങാട. क्या दरवाजा को बंद करो तुम लोग. खोल दरवाजा. क्या कर रहे यार तुम लोग मेरे साथ? अबे इधर देख. अबे इधर देख. साले छोड़ूंगा नहीं. मेरे खोल. बता रहा हूँ मैं तेरे को. अब देख क्या? अबे मेरे. അണ്ണാ ജിമ്മിയണ്ണാ, മൊത്തം പണി കിട്ടിയണ്ണ. CD പോലീസുകാർ പൊക്കി. അത് പിടിച്ചാണെങ്കിൽ ബോംബെയിൽ ഏതോ വലിയ ബിസിനസ് തന്നെ ചെയ്യുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല അണ്ണാ. എന്തോ വലിയ തരികട നടന്നിട്ടുണ്ട്. എടേ, നീയല്ലേ അവനെ വിളിച്ചോണ്ട് വരാൻ പോയത്? എന്നിട്ട് അവനെവിടെ? ഇതെന്തോന്ന്? അയ്യോ, ഇത് അവനല്ലേ? എടാ CD എവിടെ? അപ്പൊ അവന്മാര് പൊക്കിയ CD ഏത്? अबे घंटे क्या बोल रहा है बे? പൊട്ടം കളിക്കുന്ന मार क्यों रहा है? बाप रे बाप. മനുഷ്യനോട് മൂലം കയറി നിൽക്കുക. നിന്റെ നാടകം ഇവിടെ എടുക്കല്ലേ കേട്ടോ. ഡേ അതവനല്ല. യവനല്ലെന്ന് അവൻ തന്നെ. CD കൊണ്ടുവരാൻ വന്നവൻ റഫീക്ക്. ദാ എന്നെ പടമുണ്ട്. മാറാ നോക്ക്. ഇതല്ലേ ഇത്? നീ തന്നെ അല്ലടാ എനിക്ക് അയച്ചത്. നോക്കണ്ണ, സ്രാങ്കിന്റെ അവൻ കുഞ്ഞാമത് മകൻ റഫീക്ക്. ആഹാ, കണ്ണി പെയിന്റ് അടിച്ച് മീശ അടിച്ചടന്ന ആളെ തിരിച്ചറിഞ്ഞ വിചാരിച്ച എന്തുവാടേ ഇതൊക്കെ? ये रफीक तुम्हारा कोई है क्या? എന്തോന്നടേ ഇത്? तुम्हारा कोई है क्या? मुझे छोड़ दो, मुझे छोड़ दो. ഡേയ്, ആ നേതാവിനെ വായിലെന്തെങ്കിലും വെച്ചു. അണ്ണാ വേറൊരു ഫോൺ.
അങ്ങനെ മറ്റേ ഫോണും കൊടുത്ത് ജോണിനെ ശിവകാശിക്ക് വണ്ടി കയറ്റി വിട്ടല്ലോ അല്ലേ? അതപ്പോഴേ വിട്ടു. ഉം. നമ്മുടെ പോലീസ് മൊബൈലും ട്രാക്ക് ചെയ്ത് ശിവകാശി പോയി കുറെ പടക്കവും മേടിച്ചിട്ട് വരട്ടെ. ഇത് രഹസ്യ ഫോണാടേ. നാപ്പത്തേഴ് മിസ്ഡ് കോൾ, അതും ഒരു കേരള നമ്പറിൽ. ഇതാരും മണിയാ? തലൈവാ. ആ ഡാ, എനിക്കൊരു നമ്പർ ഡീറ്റെയിൽസ് അറിയണം. 9842066677. എന്തരാണ് അവിഹിതം തന്നെ? അവിഹിതമാവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. 10 മിനിറ്റ്. ഡേ, നീ ഇപ്പോഴും വീൽ ചെയറിൽ തന്നെ? പയ്യണിട്ട് വരണണ്ണാ, ഞാൻ വിളിക്കാം. ഉം. പാസ്വേഡ് ഐപാഡ് പാസ്വേഡ്. ഡേ പിന്നെ എന്നാ പാസ്വേഡ് ഇങ്ങ മേടിയിരി. നീ അണ്ണനത് കൊടുക്കത്തില്ല. കൊടുക്കത് കൊടുക്കടാ. Little pussy, LITTLE, അണ്ണാ ഇതായിരുന്ന बहुत पहुंच है मेरी, सारा सुन रहा है कि नहीं साहब मेरा? अबे सर, सारा बहुत महंगा पड़ेगा तेरे को ये, बहुत महंगा पड़ेगा. अबे बंदे की और प्लीज don't forget it please, I'm telling you please please master please, अबे master please. ദൈവമേ, ഇനി എന്തെല്ലാം ലോട്ടറികളാണ് നീ ഇന്നത്തെ ദിവസം എനിക്ക് കാട്ടിത്തരാൻ പോകുന്നത്? ए दाढ़ी क्या बोल रहा है साला? साला हिंदी में बोल. ലിൻഡ തരകൻ, നമ്പർ 17, വെസ്റ്റ്ഫോർഡ് അവന്യൂ, പനമ്പള്ളി നഗർ. കറക്റ്റ് അല്ലേ? കറക്റ്റ്. അറിയാവുന്ന കക്ഷിയാണോ? എന്തോന്നാ പുതിയ നമ്പറാ? നമ്പറുകളുടെ ജില്ലാ സമ്മേളനം അല്ലേ അനിയ ഈ ദിവസം? ശരിടാ, ദൈവം അനുഗ്രഹിക്കട്ടെ. അണ്ണനെയും